ഇടുക്കി മാങ്കുളത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് ആളെ കൂട്ടണമെന്ന് നിർദ്ദേശം. അങ്കണവാടി വർക്കേഴ്സിനോടും ഹെൽപ്പേഴ്സിനോടും പരിപാടി കൃത്യമായി എത്താൻ സൂപ്പർവൈസർ നിർദ്ദേശം കൊടുത്തു. പഞ്ചായത്തിന്റെ വികസന സദസ്സിലെത്താത്തവർക്ക് അറ്റൻഡൻസ് ഉണ്ടാകില്ലെന്ന് സൂപ്പർവൈസർ പറയുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു. പ്രിയമുള്ള അംഗൻവാടി പ്രവർത്തകരെ, നമ്മുടെ പഞ്ചായത്തിൽ ഞായറാഴ്ച 12-ാം തീയതി വികസന സദസ്സ് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും, നമ്മുടെ അംഗൻവാടി പ്രവർത്തകരെല്ലാവരും, വർക്കർമാരും ഹെൽപ്പർമാരും ആ പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുക്കണം. നമ്മുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്ന്. അതിനകത്ത് ആരും ഒരലംഭാവം വിചാരിക്കരുത്. ആർക്കും അന്നത്തെ ദിവസം ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറാൻ പറ്റില്ല. എല്ലാവരും അവിടെ വന്നിരിക്കണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതാണ്. സെക്രട്ടറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വരണ എല്ലാവരെയും നോട്ട് ചെയ്യണം, സിഗ്നേച്ചർ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം. പരിപാടിക്കൊക്കെ ഇപ്പോൾ ആളെ കിട്ടാൻ വലിയ പാടാണ്. ജനങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ. അത് കാരണം വന്ന് കുറച്ച് നേരെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയ്ഡ് ഓഡിയൻസിൻ്റെ കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ് കൊടുത്ത് കൊണ്ടുവരാനേ പറ്റൂ. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ലാൽകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ എല്ലാവരും പങ്കെടുക്കുന്നത് എന്ത് യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് പഞ്ചായത്തിന്റെ വികസന സദസ്സാണ്. പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുണ്ടായ പ്രവർത്തനങ്ങൾ, വരേണ്ട പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ചേരുന്ന ഒരു അവലോകന യോഗം എന്ന രീതിയിലാണ്. അത് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയുടെ മന്ത്രി കൂടിയാണ് റോഷി അഗസ്റ്റിൻ. ഈ പരിപാടിക്ക് ആളെ കൂട്ടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നിലവിൽ അംഗൻവാടി വർക്കേഴ്സിനോടും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റു സ്റ്റാഫുകളോടും നേരിട്ട് ഹാജരാകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും നിർബന്ധം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അംഗൻവാടി സൂപ്പർവൈസർ കൂടിയായ മേരി ഉർമീസിന്റെ ശബ്ദമാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. ഇത് ഇവര് വ്യക്തിപരമായി പലർക്കും, ഈ അംഗൻവാടി ടീച്ചർമാർക്കും മറ്റും അയച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ന് പോളിയോ ദിനമായതുകൊണ്ട് പല അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോളിയോ തുള്ളിമരുന്ന് കൂടി കൊടുക്കുന്ന ദിവസമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ രാവിലെ 10 മണിക്ക് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ശ്രദ്ധിക്കണം. അവിടെ ആള് വരണം, അവിടെ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റു നടപടികളിലേക്ക്, അതായത് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. ഒരു എക്സ്ക്യൂസും പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയാണ് നിലവിൽ അംഗൻവാടി വർക്കേഴ്സിനോടും ഹെൽപ്പേഴ്സിനോടും പരിപാടിയിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ നിർദ്ദേശം എത്തിയതായി അറിഞ്ഞ വലിയ വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ടിട്ടുണ്ട്. മന്ത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഇന്നൊരു അവധി ദിവസമാണ് എങ്കിൽ പോലും മന്ത്രി പങ്കെടുക്കുന്ന പഞ്ചായത്ത് പരിപാടിക്ക് വരാൻ ഈ അംഗൻവാടി ജീവനക്കാരോട് നിർദ്ദേശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.